ഓണമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെ വീടിൻ്റെ മുക്കും മൂലയും എല്ലാം അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കാനായിട്ട് ഞാനും തുടങ്ങിയിട്ടുണ്ട്. ഓണം വലിയ രീതിയിലായിട്ടൊന്നും ആഘോഷിക്കുന്നില്ലെങ്കിലും നമ്മുടെ വീടും പരിസരമൊക്കെ നല്ല വൃത്തിയായിട്ട് ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നൊരു സമയമാണല്ലോ ഓണം എന്ന് പറയുന്നത്. എല്ലാ മാസവും നമ്മൾ ചെയ്യുമെങ്കിലും ഇത് ഓണം എന്നൊരു പ്രത്യേകത ഉണ്ടല്ലോ. അപ്പം വീടിൻ്റെ അകവും കാര്യങ്ങളും, നമുക്ക് മിറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ, അപ്പം വീടിൻ്റെ അകവും കാര്യങ്ങളും എല്ലാം ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതി അലമാരിയിൽ നിന്ന് തന്നെ തുടങ്ങി. അലമാര എല്ലാ മാസവും നമ്മൾ അടുക്കി പറക്കണം, കാരണം ഓരോന്നെടുക്കുമ്പോൾ ഓരോന്ന് നമ്മൾ വാരിയിടും. പിന്നെ മോളുടെ കുറച്ച് കളിപ്പാട്ടങ്ങൾ കാര്യങ്ങൾ എല്ലാം ഉണ്ട് വൃത്തിയാക്കാൻ. ഇന്നിപ്പം അകത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അലമാരിയിൽ നിന്ന് തുടങ്ങി. ഇത് തുണിയൊക്കെ 4 ഡ്രോയും ഞാൻ അടുക്കി പറക്കി വെച്ച്, അത് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത്. പിന്നെ അടിഭാഗം ഒന്ന് വൃത്തിയാക്കണം. പിന്നീട് ഇത് നമ്മൾ ഒരുങ്ങുന്ന സാധനങ്ങളും കാര്യങ്ങളും, ഒരുങ്ങുന്നത് വലിയ ഐറ്റമായിട്ടൊന്നുമില്ല, വളയും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും കയ്യിലുള്ളത്. ഒരുങ്ങുന്ന ഒരു പൗഡർ, ഒരു ഫെയർ ആൻഡ് ലവ്ലി, കരി അങ്ങനെ ഇടാറില്ല, ചിലപ്പോൾ കരി ചെയ്തു ആ ഒരു കരി. പിന്നെ സ്ലൈഡ്, പിന്ന് അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ ഒരു ബോക്സിൽ. ഇത് എപ്പോഴും ചെയ്യുന്നത് തന്നെ എല്ലാ മാസവും. എന്നിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം തവിട് മറിയും, കുളമാവും. മുള വിടുന്ന വെപ്രാളത്തിൽ കൈ കിട്ടുന്നതൊക്കെ വാരിയെടുക്കും, പിന്നെ അടുക്കി പറക്കി വെക്കും, അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ദാണ്ട മോളുടെ സാധനങ്ങളെല്ലാം ഒരെണ്ണത്തിൽ, എൻ്റെയും ചേച്ചിയുടെയൊക്കെ ഒരെണ്ണത്തിൽ അങ്ങനെ ആക്കി വെക്കും. അപ്പം അളിച്ചു വാരിയാലും പിന്നെ എടുത്ത് റെഡിയാക്കുമ്പം എല്ലാം കൂടെ മിക്സ് ആവത്തില്ല, ഒരു പാട്ടയിട്ടേ അളിച്ചു വാരത്തുള്ളൂ. പിന്നെ അത് എൻ്റെ മോളുടെ 1 വയസ്സിൻ്റെ ആ കേക്ക് വെച്ചിരുന്ന മെഴുകുതിരി, അത് ഞാൻ നല്ലോണം കൊണ്ടു നടന്നേ, അവളത് നശിപ്പിച്ച്. അങ്ങനെ ദാണ്ട് നമ്മൾ അലമാരിയെല്ലാം അടുക്കി പറക്കി വെച്ച് കഴിഞ്ഞായിരുന്നു. ഇത് മോളുടെ യൂണിഫോമും കുറച്ച് ഗൗൺ ടൈപ്പ് കണക്കത്തുള്ള ഞാൻ തയ്ച്ച ഫ്രോക്കും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നീട് ഇത് മോളുടെ തന്നെ, താഴേലും മോളുടേത്. പിന്നെ സ്കൂളിൽ കൊണ്ടുവന്ന ടവല്, അവൾക്കിടുന്ന അടിയിലിടുന്ന സാധനങ്ങൾ, ജെട്ടിയും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ അടുക്കി വെച്ചാൽ സ്കൂളിൽ പോകുമ്പോൾ എടുക്കാൻ എളുപ്പമായിരിക്കും. ഈ താഴേന്ന് പറയുന്ന അവളുടെ ബുക്ക്, സ്കൂളിൽ കൊണ്ടുപോകാത്ത ബുക്സും പിന്നെ വീട്ടിൽ ഇടുന്ന ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ആ അടിയിൽ ഇങ്ങനെ എടുത്തു വെക്കും. അവിടെ ആയിരിക്കുമല്ലോ നമ്മൾ കൂടുതൽ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഏറ്റവും മുകളിൽ മരുന്നും കാര്യങ്ങളും, ഇപ്പോൾ പനിയൊക്കെ വന്ന് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതുപോലെ അലമാരിയിൽ വെക്കുക ചെയ്യുന്നത്. അവിടെ ഒതുക്കി പറക്കി ആ ഡ്രോ അതിന് വേണ്ടി മാത്രമാണ്. പിന്നെ നമ്മളെ വേസ്റ്റ് സാധനങ്ങളെല്ലാം പറക്കി കളഞ്ഞതിന് ശേഷം ഇത്രയും സാധനങ്ങളേ ഉള്ളൂ എൻ്റെയും മോളുടെയും. ഇനി നമുക്ക് അടുത്ത റൂമിൽ പോയി, ഇത് ചേച്ചിയുടെ മുറിയിൽ, ചേച്ചിയുടെ എൻ്റെ അങ്ങനെയൊന്നുമില്ല, എല്ലാ മുറിയിലും എല്ലാവരും കിടക്കും. അപ്പോൾ ഇത് അവിടെ ഇരിക്കുന്ന അലമാരി, ഇതിനകത്തിരിക്കുന്ന ഡ്രസ്സ് എന്ന് വെച്ചാൽ അമ്മയുടെ ഉണ്ട്, ചേട്ടൻ്റെ ഉണ്ട്, ചേച്ചിയുടെ ഉണ്ട്. അവരുടെ 3 പേരുടെയും ഈ അലമാരിക്കകത്ത്. മറ്റേ അലമാരിക്കകത്ത് എൻ്റെയും മോളുടെയും മാത്രമാണ്. ഇതിൽ അവരെ 3 പേരുടെയും. പിന്നെ ചേട്ടൻ്റെയും അമ്മയുടെയും കൂടുതലും എറണാകുളത്ത്. പിന്നെ താഴെ ഇരിക്കുന്ന സാരി മൊത്തം അമ്മയുടേതാണ്. ഇവിടെ നമ്മൾ ഒരുങ്ങുന്ന ചേച്ചിയുടെ കുറച്ച് സാധനങ്ങൾ വെക്കുന്നുണ്ടായിരുന്നു. ഇപ്പം മേക്കപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഒരുങ്ങുന്ന സാധനങ്ങൾ, വള മാല കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഒരു അലമാരി, എൻ്റെ അലമാരിയിലായിരുന്നു ഇരുന്നത്. അത് പിന്നീട് നമ്മൾ മറ്റേ അലമാരിയിലോട്ട് മാറ്റുവാണ്. അവിടുത്തെ സാധനങ്ങളും കൂടെ വേണ്ടാത്തതൊക്കെ പറക്കി കളഞ്ഞിട്ട് അവിടെ ഒതുക്കി വെക്കാമെന്ന് കരുതി. കാരണം മോളുടെ തുണിയും കൂടെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുമ്പം എൻ്റെ തുണി എടുക്കണമെങ്കിൽ അവളുടെ തുണി മാറ്റിയിട്ട് വേണം എൻ്റെ തുണി എടുക്കാൻ. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ ആ ഒരു ഡ്രോയും കൂടെ ഒഴിച്ചിട്ടാൽ മോളുടെ തുണി വെക്കാൻ പറ്റും മറ്റേ അലമാരിയിൽ. അങ്ങനെയാണ് മോളുടെ ഗൗണും കാര്യങ്ങളൊക്കെ അവിടെ അടുക്കി വെച്ച്, മറ്റേത് മേക്കപ്പ് സാധനങ്ങളെല്ലാം അവിടെ ആയിരുന്നു വെച്ചിരുന്നത്. അപ്പോഴത്തേക്ക് ചേച്ചി തുണിയെല്ലാം പറക്കിയിട്ട് അടുക്കി വരും. അപ്പോൾ ഇവിടാണ് നമ്മൾ നമ്മുടെ ഒരുങ്ങുന്ന സാധനങ്ങളെല്ലാം വെക്കാൻ നേരുന്നത്. അപ്പോഴത്തേക്ക് ക്ലീനിങ്, അലമാര അടുക്കിപ്പറക്കൽ കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഒരുങ്ങുന്ന സാധനങ്ങളെല്ലാം കൂടെ ഇതുപോലെ ഒറ്റ അലമാരക്കകത്ത് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ച് നമുക്ക് എടുക്കേണ്ട പാത്രത്തിന് കപ്പിലും കാര്യങ്ങളിലൊക്കെ ആക്കി വെച്ച്. ഇത് ചേച്ചിയുടെ ഡ്രസ്സ്, അടിയിലിരിക്കുന്നത് ചേട്ടൻ്റെയും അമ്മയുടെയും. ചേട്ടൻ്റെ കുറച്ചേ ഉള്ളൂ, കാരണം എറണാകുളത്തായതുകൊണ്ട് വരുമ്പം ഇങ്ങനെ കൊണ്ടുവരും. അത് ഇവിടുന്ന് പോകുമ്പോൾ അങ്ങനെ ബാഗിലാക്കി കൊണ്ടുപോവുക ചെയ്യുന്നത്. പിന്നീട് ഒരുപാട് വേസ്റ്റ് തുണികളൊക്കെ ഉണ്ടായിരുന്നു, അത് നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഇട്ടിട്ട് ഒരുപാട് പഴകിയതാണ്, അങ്ങനെ ഇതായത് നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ കത്തിക്കാനേ പറ്റൂ. പിന്നെ ഇത് മോളുടെ ആമാടപ്പെട്ടി എന്ന് പറയാം. അവളുള്ള പേപ്പറും കാര്യങ്ങളും എല്ലാ സർവ്വ സാധനങ്ങളും അതിനകത്തുണ്ടായിരുന്നു. അത് പിന്നീട് ഞാൻ വേണ്ടുന്ന മാത്രം എടുത്തിട്ട് വേണ്ടാത്ത എല്ലാം ഒഴിവാക്കി. കാരണം ഇനി അവൾ കൂട്ടിക്കോളും. കണ്ട് ഇത്രയും സാധനങ്ങൾ അതിൽ വേണ്ടാത്തയായിരുന്നു. തുണി, പേപ്പറുകളായിരുന്നു കൂടുതൽ. ഇങ്ങനെ കണ്ടിച്ച് പിന്നെ കിൻഡർ ജോയ് അങ്ങനെ മിഠായി നിന്ന കവറ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റി അതും സെറ്റ് ചെയ്ത് വെച്ച്. ഇനി പുകയറ അടിക്കണം, മാറാല പുകയറയെന്ന് ഇവിടെ പറയും. ഫാൻ തുടയ്ക്കണം, നല്ലോണം തൂക്കണം. ഈ പെട്ടികളൊന്നും നമ്മൾ എടുക്കുകയോ മറിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, കാരണം നമ്മൾ
പോവും. ഇവിടെ നമ്മളെ സ്വന്തം അല്ലല്ലോ, അപ്പം നമ്മളത് അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മളിവിടുന്ന് മാറുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും, എല്ലാം കൂടെ വാരി താഴത്തേക്ക് ഇറക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ്ട് പുകയിറയൊക്കെ അടിച്ച് തൂത്ത് വാരി, ഒരു മുറി തൂത്ത് വാരി പുകയിറയെല്ലാം അടിച്ച് തൂത്ത് വാരി, എന്നിട്ട് നമ്മൾ തുടയ്ക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഓരോ മുറിയും പുകയിറ അടിച്ച് കഴിഞ്ഞിട്ട് തൂത്ത് വാരി ഇടും. എന്നിട്ട് അത് മൊത്തം തൂത്ത് കളഞ്ഞതിന് ശേഷം അതുപോലെ ഹാളും ബാൽക്കണിയും എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ തൂക്കും ലാസ്റ്റായിട്ട്, എന്നിട്ടേ തുടയ്ക്കത്തുള്ളൂ. എനിക്കതാണ് കൂടുതൽ എളുപ്പമായിട്ട് തോന്നുന്നത്. കാരണം പൊടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ രണ്ടാമത്തെ നമ്മൾ ഒരുമിച്ച് എല്ലാ മുറിയും ഹാളും എല്ലാം തൂക്കുമ്പം പൊടി ഉണ്ടെങ്കിൽ ഇങ്ങനെ പോരും. എന്തായാലും നമ്മൾ ഒരു മുറി ക്ലീൻ ചെയ്തിട്ട് അപ്പുറത്തെ മുറി ക്ലീൻ ചെയ്യാൻ പോകുമ്പോൾ സ്വാഭാവികം അടിച്ചു വാരിയിട്ട മുറിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ കയറും. പിന്നെ നമ്മൾ തുടയ്ക്കാൻ എളുപ്പം എത്ര വൃത്തിക്ക് തൂക്കുന്നോ അത്രയും നന്നായിട്ട് പെട്ടെന്ന് തുടച്ചെടുക്കാൻ പറ്റും. തുടയ്ക്കുന്ന ഇടയിൽ ഈ പൊടി വരുമ്പോഴാണ് നമുക്ക് വീണ്ടും മനസ്സും എടുത്തിട്ട് വീണ്ടും നമ്മൾ തുടയ്ക്കാൻ നിൽക്കുന്നത്. അപ്പം നല്ലോണം അടിച്ച് വാരിയിട്ടാണ് തുടയ്ക്കുന്നതെങ്കിൽ തുടപ്പ് എളുപ്പമായിരിക്കും. അടിച്ച് വാരുമ്പോൾ നല്ല വൃത്തിക്ക് അടിച്ച് വാരും. അതുകൊണ്ടാണ് ഞാൻ 2 വട്ടം അടിച്ച് വാരിയിട്ടാണ് പിന്നീട് തുടയ്ക്കുന്നത്. അങ്ങനെ ദാണ്ട് മുറിയൊക്കെ തൂത്തുവാരിയൊക്കെ ഇട്ടിട്ട് പിന്നീട് ഹാളിലോട്ട് വന്നു. ഹാളും എന്ന് വെച്ചാൽ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട് ഇവിടെ. പിന്നീട് നമുക്ക് TV കാണാനായിട്ട് ഫ്രണ്ടിലൊരു ഹാള് പോലെയുണ്ട്. പിന്നെ ബാൽക്കണി, പിന്നെ കിച്ചൺ, ഇത്രയാണുള്ളത്. 2 ബെഡ്റൂമും 2 ബാത്റൂമും. അപ്പോൾ അതുകൊണ്ട് ഈ ഫാനകത്തൊക്കെ നല്ല പൊടിയുണ്ട്, അതെല്ലാം ഊരി തുടച്ച് വൃത്തിയാക്കണം. പിന്നെ മേളത്തെ ഫാൻ ഇതിനകത്ത് കയറിയെന്നുകൊണ്ടാണ് മേളത്തെ ഫാനൊക്കെ തുടയ്ക്കാൻ. ഡൈനിങ് ഹാളിലും TV കാണുന്നിടത്തുള്ള ഫാനാണ് ഞങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. ആ 2 ഫാനിലാണ് കൂടുതൽ പൊടിയും കാര്യങ്ങളും ഉള്ളത്. പിന്നീടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, പിന്നെ ക്ലീനിങ് കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണ് എടുക്കാൻ പറ്റിയത്. അപ്പോൾ അതാണ്ട് ഇവിടെയൊക്കെ ഒന്ന് തൂത്ത് വാരി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടെ തൂത്തിട്ട് നമുക്ക് തുടയ്ക്കാം. അങ്ങനെ അതാണ്ട് ഞാൻ തൂത്ത് വാരി എല്ലാം കൊടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ചേച്ചി തുടച്ച് വന്നു. രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ തൂക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ചേച്ചി തുടച്ച് വന്നു. അതുകൊണ്ട് പെട്ടെന്ന് ജോലി കഴിഞ്ഞ് ഇവിടെ തുടച്ച് ഇനി വെക്കേണ്ട സാധനങ്ങളൊക്കെ അതാത് സ്ഥാനത്തേക്ക് എടുത്ത് വെക്കണം. തുടച്ച് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഫാനും കാര്യങ്ങളൊക്കെ ഇട്ടുന്ന അന്ന് രാവിലെയൊക്കെ മഴ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അങ്ങ് മാറി. കാരണം നമ്മളൊരു 12 മണി ആയപ്പോഴാണ് ഇത് ഒതുക്കി പറക്കാനായിട്ട് കയറിയത്. അപ്പോഴത്തേക്കൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തുടയ്ക്കുന്നതനുസരിച്ച് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അടുത്ത മുറിയും തുടച്ചൊക്കെ ഇട്ടു. അപ്പോഴത്തേക്ക് മോള് ഞാൻ ഒതുക്കി വെച്ചിരുന്ന സാധനങ്ങളിൽ അവൾ കളിക്കേണ്ട സാധനങ്ങൾ ഇതിനകത്താക്കി കളിക്കാൻ തുടങ്ങി. ഇതിനകത്തിരുന്നാണ് അവളുടെ കളി. ഇതിനകത്ത് കൊള്ളാനുള്ള ആളേ ഉള്ളൂ. ഇതിനകത്ത് കയറിയിരുന്നാണ് അവൾ കളിക്കുന്നത്. ആ ബോക്സിനകത്ത് കയറിയിരുന്നാണ് അവൾ കളിക്കുന്നത്. പിന്നീട് താണ്ട നമ്മുടെ ഹാളിലെ കാര്യങ്ങളെല്ലാം ഡൈനിങ് ടേബിളൊക്കെ തുടച്ച് മൊത്തത്തിൽ പൊടിയായിരുന്നു ഡൈനിങ് ടേബിൾ. അപ്പം നമ്മൾ ഒരു മുറി വൃത്തിയാക്കുമ്പോൾ അമ്മയും മോളെയും കൂടെ വൃത്തിയാക്കിയ മുറിയിലോട്ട് നമ്മൾ കയറ്റും, എന്നിട്ട് അടുത്ത മുറി വൃത്തിയാക്കും. അങ്ങനെ അവർ മുറിയിൽ തന്നെയായിരുന്നു. കാരണം പൊടി 2 പേർക്കും, അമ്മയ്ക്കും പറ്റില്ല മോൾക്കും പറ്റത്തില്ല. അപ്പം അവർ 2 പേരും അങ്ങനെ ആക്കിയിട്ടാണ് ഞാനും ചേച്ചിയും കൂടെ ബാക്കിയെല്ലാം ചെയ്തത്. പിന്നെ അടുക്കളയിൽ ഒന്നും ചെയ്തിട്ടില്ല, അടുക്കള തൊട്ടിട്ടേ ഇല്ല. അടുക്കള പിറ്റേ ദിവസമാണ് നമ്മൾ പിന്നെ വൃത്തിയാക്കിയത്, അടുക്കള മാത്രമായിട്ട്. അടുക്കള നമ്മൾ എന്നും ഉപയോഗിക്കുന്നതൊക്കെ തന്നെയാണ് കിടക്കുന്നത്. പാത്രങ്ങൾ കഴുകി വെക്കുകയോ എടുക്കുകയോ നമ്മുടെ പൊടിപ്പാത്രങ്ങൾ കഴുകുകയോ ഒന്നും ചെയ്തില്ല. അന്ന് ഉച്ചയ്ക്ക് നമുക്ക് പഴഞ്ചോറായിരുന്നു. അതുകൊണ്ട് രാത്രിയിൽ ചേട്ടൻ ഞങ്ങൾക്ക് ബിരിയാണി ഓർഡർ ചെയ്ത് തന്ന്. ചേട്ടൻ എറണാകുളത്താണ്, അമ്മ ഒരാഴ്ച കൊണ്ട് ഞങ്ങളെ കൂടെ ഉണ്ട്. ഇനി ചേട്ടനും വരും. പിന്നെ ഓണം കഴിഞ്ഞിട്ട് അമ്മയും ചേട്ടനും കൂടെ ഒരുമിച്ച് എറണാകുളത്തേക്ക് പോവുക ചെയ്യുന്നത്. ഇത് കഴിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. കഴിച്ച് അങ്ങനെ കിടന്ന് ഉറങ്ങുക ചെയ്തത്. കാരണം നമ്മൾ വൈകുന്നേരമായി എല്ലാം ഒന്ന് ചെയ്ത് വന്നപ്പോഴത്തേക്ക് വൈകുന്നേരമായി 4 മണി എങ്ങാണ്ടായപ്പോഴാണ് ഉച്ചക്കലത്തെ ആ പഴഞ്ചോറ് കഴിച്ചത്. പക്ഷേ എല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞു. കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ, അപ്പോൾ പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്തു. അപ്പോൾ